ശങ്കര ശങ്കര ബ്രേക്കും പുല്ലും ഒന്നും നിന്നോളൂ. രാവിലെ ചാവ എന്റെ സൈക്കിളെ കിട്ടിയുള്ള സ്വാമി. അവിടെ വിട്ട ഏതാണ്ട് അതുപോലെ തന്നെയാ. ഇതെന്തൊരു സ്വാമി താങ്ങി പിടിച്ചോണ്ട് പോണത്? വിൽക്കാൻ തന്നെ. അല്ല, ശങ്കറിന് തരാനാ. ഒരു ഉരുളിയാ. അപ്പൊ വിൽക്കാം. ഇത് ചെറുതൊന്നും അവിടെ ഇല്ലല്ലേ? എന്തായാലും സൈക്കിളിന്റെ പിറകിൽ കയറ്റി വെക്കാം. കാരത്തമ്പഴം വാങ്ങിക്കാം. ശങ്കര 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 പാട്ടി കാണാണ്ട് വളരെ ബുദ്ധിമുട്ടിയായത് എടുത്തോണ്ട് വന്നേ. ശങ്കരൻ എന്നെ ഒന്ന് സഹായിക്കണം. ഇനി എന്തൊരു സഹായിക്കാൻ? സഹായിച്ച് മുടിഞ്ഞു. രോഹിണി ഇപ്പോ സുരേഷ് മേനന്റെ കൂടെ കറക്കം. അതെനിക്ക് പണ്ട് അറിയാം സ്വാമി. അങ്ങേലെ മുത്തി മുക്കിലിരിക്കണ കണ്ടിട്ട് ഇങ്ങേലെ മുത്തിയും മുക്കിലിരിക്കണ കാണണമെന്ന് പറഞ്ഞ വലിയ പാടാണ്. അഴുപ്പണം കേട്ട ഇടപാട്. ശങ്കറിന് ഇനിയും ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ. വഴിയുണ്ട്, പക്ഷെ അതിന് ഈ ചിരട്ടയൊന്നും പോരാ. വീട്ടിൽ വലിയ വാർപ്പൊന്നും ഇരിപ്പില്ലേ? സ്വാമി താങ്ങി പിടിച്ചോണ്ട് വരണ്ട. കിളവില്ലാത്ത സമയത്ത് ഞാൻ ചവന്ന് മാറ്റാം. വന്നോളൂ. പക്ഷെ വീട്ടിൽ വാർപ്പില്ല, ഉണ്ടാവേ ഉള്ളൂ. ഉണ്ടാവെങ്കിൽ ഉണ്ടാവും. എന്നാ കേട്ടോ, നടന്നോ. ജോവിനി ബസ്സിനകത്ത് നിൽക്കുമ്പം ഈ സിനിമയിലൊക്കെ കാണുന്ന മാതിരി 5-6 റൗഡികൾ അവളെ കമാൻഡ് അടിക്കും. സ്വാമി ഡൈവ് ചെയ്ത് അവരുടെ ഇടയിൽ ചാടി വീണ് റൗഡികളുടെ കിണ്ണം നോക്കി ചറപറാൻ 5-6 കൊടുത്ത് അവന്മാരെ ഒതുക്കുന്നു. സ്വാമിയുടെ ഹീറോ വേഷം കണ്ട് അവള് ഇറങ്ങും. വില്ലൻ സുരേഷ് മേനോന്റെ കട്ട പോക. റൗഡികൾ എന്നെ തലില്ലേ, നോവില്ലേ? അന്തണം വെന്താലും പൂണൂല് വേവൂല എന്ന് പറഞ്ഞ പോലെ അയൽവേ തന്റെ കാര്യം. താൻ സിനിമ കണ്ടിട്ടില്ലേ? ഇല്ല. അത് തന്നെ തനിക്ക് വിവരമില്ലാതായി പോയത്. റൗഡികൾക്ക് നേരത്തെ കാശ് കൊടുത്ത് പറഞ്ഞു ഒതുക്കണം സ്വാമി. വാച്ചാണ്. ഞാൻ പറഞ്ഞ പെൺകുട്ടി വരുന്നുണ്ട്. നിങ്ങൾ കമന്റ് അടിച്ചോണം. അശ്ലി ഒന്നും പറയരുത് കേട്ടോ. ഞാൻ വന്ന് വഴക്കുറമ്പോ പേടിച്ചു പോണോ കേട്ടോ. നോക്കുവേ. അല്ല, സംസാരിക്കുന്നേ. നമുക്കൊന്ന് സംസാരിച്ചിട്ടൊക്കെ പോവാന്ന്. പെമ്പിളിനെ റോഡിൽ നടക്കാൻ സമ്മതിക്കില്ല. മാറിക്കണം.